നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം ആദ്യവാരം പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിൽ നിന്നാണ് ഈ സൂചന ലഭിക്കുന്നത്. മെയ് 4, 5 തീയതികളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നേക്കും. നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് പ്രഖ്യാപനം നീണ്ടുപോകാനുള്ള പ്രധാന കാരണം. ജമ്മുവിലെ നഗോദ, ശ്രീനഗറിലെ ബദ്ഗാമുമാണ് നിലമ്പൂരിനൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട മണ്ഡലങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ 2 മണ്ഡലങ്ങളിലും ഉടൻ തെരഞ്ഞെടുപ്പ് നടന്നേക്കില്ല. ജമ്മു കാശ്മീരിലെ മണ്ഡലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക അന്തിമമാക്കലടക്കമുള്ള എല്ലാ ജോലികളും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പോളിംഗ് സ്റ്റേഷനായി പരിഗണിക്കുന്ന കെട്ടിടങ്ങളുടെ പട്ടികയും സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കെട്ടിടങ്ങളും വോട്ടെണ്ണൽ നടക്കുന്ന കെട്ടിടവുമെല്ലാം തന്നെ ഇതിനോടകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം പ്രകടിപ്പിക്കുന്ന വിശ്വാസം. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ-പാക് അതിർത്തിയിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധാന്തരീക്ഷം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട കൂടിയാലോചനകളെല്ലാം തന്നെ ഏത് സമയവും യുദ്ധമുണ്ടായേക്കാമെന്ന പ്രതീതിയാണ് നൽകുന്നത്. ഏപ്രിൽ അവസാന വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഇടത് വലത് മുന്നണികൾ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ പഹൽഗാം ആക്രമണം ഉണ്ടായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നീട്ടിവെക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും തങ്ങൾ ഒരുക്കം തന്നെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. സ്ഥാനാർത്ഥിയെ അടക്കം തീരുമാനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വിജ്ഞാപനം വന്ന 1 മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് UDFിലെ ആലോചനയുള്ളത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി UDF സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യതയുള്ളത്. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. എന്നാൽ UDFിലെ അന്തഃഛിദ്രങ്ങൾ ഉപയോഗിക്കാനാണ് LDFിന്റെ തീരുമാനം. PV അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ എന്ന വാശിയിലാണ് CPM-ഉം ഇടതുപക്ഷവുമുള്ളത്. പാലക്കാട് മാതൃകയിൽ UDFിലെ തർക്കങ്ങൾ മുതലെടുത്തുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥിയെ അണിനിരത്താനാണ് CPM ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനായി CPM ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ ലഭിക്കുന്ന സൂചന. എന്നാൽ അവസാന ശ്വാസം വരെയും കോൺഗ്രസുകാരൻ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് UDF വിടാൻ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് മുൻപ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് മത്സരിക്കുകയും മന്ത്രിയാകുകയും ചെയ്തിട്ടുണ്ട്. ഷൗക്കത്തും പിതാവിന്റെ അതേ പാതയിൽ വരുമെന്നാണ് CPM-ന്റെ ഉറച്ച വിശ്വാസം. ഉപതെരഞ്ഞെടുപ്പിന്റെ സംഘടനാപരമായ എല്ലാ ഒരുക്കങ്ങളും CPM-ഉം LDFും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള നേതാക്കളുമെല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുമുണ്ട്. സിറ്റിംഗ് സീറ്റ് എങ്ങനെയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് CPM-ന്റെ നീക്കങ്ങളുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് LDF സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ UDFിനെ തറപ്പറ്റിക്കാനാകുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. PV അൻവറിന്റെ എതിർപ്പും മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സാമുദായിക ശക്തികളുടെയും എതിർപ്പ് മൂലമാണ് ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കാത്തതെന്നാണ് സൂചനയുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല എന്ന് അനുമാനിക്കുന്ന BJP നേതൃത്വം ഇതുവരെ ഒരുക്കങ്ങളൊന്നും തന്നെ തുടങ്ങിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നതാണ് മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള നേതാക്കൾ പറയുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന നിലമ്പൂരിൽ BJPക്ക് വലിയ സാധ്യതകളുമില്ല. എന്നാൽ മുന്നണികൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ പിടിച്ചുമാറ്റിക്കൊണ്ട് 2 മുന്നണികൾക്ക് ഇടയിൽ ശക്തി തെളിയിക്കാനായി BJP തയ്യാറായേക്കാനുമുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വ്യത്യസ്തമായ രീതി തന്നെയായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും അരങ്ങേറുക എന്ന ചില സൂചനകളും ആദ്യമേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു.